വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ വീണ്ടും ദുരൂഹത ആരോപിച്ച കലാഭവൻ സോബി. കേസിൽ നിന്ന് പിന്മാറിയാൽ തനിക്ക് 25 കോടി രൂപ മുതൽ 30 കോടി രൂപ വരെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് സോബി ജോർജ് ആരോപിക്കുന്നത്. ബാലഭാസ്കറിന്റെ മരണത്തിന് കാരണമായ അപകടം നടക്കും മുമ്പേ അദ്ദേഹത്തിന് മർദ്ദനമേറ്റിരുന്നുവെന്നും അത് മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമാണെന്നും സോബി പറയുന്നു. ബാലഭാസ്കറിന്റെ മരണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പലതും മറച്ചുവെക്കുകയാണെന്നും സോബി ആരോപിച്ചു. ബാലഭാസ്കറിന്റെ ഫോൺ കൊണ്ടുപോയ സുഹൃത്തിനെ കുറിച്ചും ആശുപത്രിയിൽ ഒപ്പിട്ട സുഹൃത്തിനെ കുറിച്ചും അവർ പേരെടുത്ത് പറഞ്ഞില്ല. ഡ്രൈവർ അർജുനെ പോലും അവർ ബഹുമാനത്തോടു കൂടിയാണ് അഭിസംബോധന ചെയ്തതെന്നും സോബി ആരോപിക്കുന്നു. എങ്ങനെയാണ് അപകടമുണ്ടായ സ്ഥലത്ത് എത്തിപ്പെട്ടതെന്നും കലാഭവൻ സോബി പറയുന്നുണ്ട്. തിരുനെൽവേലിയിലെ ജോലി കഴിഞ്ഞു വരുന്ന വഴിക്കാണ് താൻ ഇതിന് ദൃക്സാക്ഷിയായതെന്നാണ് സോബി പറയുന്നത്. അപകടം നടക്കുന്നതിന് 4 കിലോമീറ്റർ പിന്നിലായാണ് താൻ ഉണ്ടായിരുന്നുവെന്നും വണ്ടി ഇടിക്കുന്നത് താൻ കണ്ടിട്ടില്ലെന്നും സോബി പറഞ്ഞു. തിരുവനന്തപുരം മംഗലാപുരത്ത് ഒരു പമ്പിൽ വാഹനം നിർത്തിയിട്ട് കിടന്നുറങ്ങുന്ന സമയത്താണ് ഒരു ചില്ല് പൊട്ടിക്കുന്ന ശബ്ദം കേട്ടത്. സ്കോർപിയോയിൽ ഇരുന്ന ആളുകൾ മദ്യക്കുപ്പി പുറത്തേക്ക് എറിയുന്നതാണ് കണ്ടത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഇന്നോവ വന്നു. ഡ്രൈവർ സൈഡിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്ന് ഇന്നോവയുടെ നടുവിലെ ഡോർ തുറന്ന് ഒരാളെ പുറത്തെടുത്തുവെന്നും സോബി പറയുന്നു. അയാളെ 2-3 പേർ കൈ കമഴ്ത്തി കിടത്തി അപ്പുറവും ഇപ്പുറവും നിന്ന് കൈമുട്ടുകൊണ്ട് ഇടിക്കുകയായിരുന്നു. ഇതാണെന്ന് കണ്ടത്. ഓരോ ഇടിക്കുമായാൽ കൈ പൊക്കുന്നത് കാണാമായിരുന്നു. അബോധാവസ്ഥയിലുള്ള ആളെന്ന് വ്യക്തമാണ്. ബാലുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 28 ഒടിവുകളുണ്ടെന്ന് പറയാം. അതിൽ 8 ഒടിവുകൾ അപകടത്തിൽ നിന്നും ഉണ്ടായതല്ല എന്നാണ് പറയുന്നതെന്നും സോബി ചൂണ്ടിക്കാട്ടി. കൊല്ലം ഭാഗത്തു നിന്നും വന്ന ഒരു ഇന്നോവയിൽ വെള്ളയും ഇട്ട ആൾ വന്നിറങ്ങി. 3-4 മിനിറ്റ് ഇവരോട് സംസാരിച്ച ശേഷം അയാൾ പോയി. പെട്ടെന്ന് സ്കോർപിയോയിൽ നിന്നും വന്നിറങ്ങിയ ബർമുഡക്കാരൻ ലിവർ എടുത്ത് ഇന്നോവയുടെ ചില്ല് തകർത്തു. ഇതിനെക്കുറിച്ച് ഞാൻ CBIക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബാലുവിന്റെ വയലിൻ വന്ന് ഇടിച്ചതാണെന്നാണ് സോബി പറഞ്ഞു. ഒരാൾ തന്നോട് നടത്തിയ വെടിപ്പെടുത്തലിനെ കുറിച്ചും സോബി തുറന്നു പറഞ്ഞിട്ടുണ്ട്. തൃശൂർ കൊടകരയിൽ നിന്നും ഒരു ദിവസം കാറിലിരുന്ന് ഫോൺ ചെയ്യുമ്പോൾ ഒരാൾ അടുത്ത് വന്ന് ബാലുവിന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. കൊടകര ഫ്ലൈ ഓവറിന് കീഴിൽ നിന്നും ബാലുവിന്റെ വണ്ടിയിൽ സ്വർണം കയറിയെന്ന് അയാൾ പറഞ്ഞു. ബാലു ബഹളം വെച്ചെന്നും അവസാനം കാറിൽ നിന്നും അവളാണ് എല്ലാത്തിനും കാരണമെന്നും പറഞ്ഞതായും അയാൾ വെളിപ്പെടുത്തി. പിന്നിലെ ലക്ഷ്മി കാറിൽ നിന്നും ഷൗട്ട് ചെയ്തുവെന്നും സോബി പറഞ്ഞു. ഇക്കാര്യം CBIയോട് പങ്കുവെച്ചെന്നും അഡ്രസ് ഉൾപ്പെടെ നൽകിയെന്നും സോബി പറയുന്നു. എന്നാൽ മേൽപ്പറഞ്ഞ വ്യക്തി ഇത് പറഞ്ഞതായി ഓർമ്മയില്ലെന്നും പറഞ്ഞു. കൂടാതെ സ്വർണ്ണക്കടത്തിൽ കേരളത്തിലെ പ്രമുഖ ജ്വല്ലറിക്കാരന് പങ്കുണ്ടെന്നും സോബി വെളിപ്പെടുത്തി. എന്നാൽ ബാലുവിന്റെ മരണത്തിലോ അപകടത്തിലോ അയാൾക്ക് പങ്കില്ല. പിന്നെ തന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ജ്വല്ലറി ഉടമ ഇടപെട്ടുവെന്നും സോബി കൂട്ടിച്ചേർത്തു.